ആസ്പദമാക്കിയ ഒരു സ്ക്രിപ്റ്റ് സീനിയർ സ്റ്റുഡൻസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. മാറ്റത്തിന്റെ മണിമുഴക്കം. ലെറ്റ്സ് വെൽക്കം സീനിയർ സ്റ്റുഡൻസ് ഓൺ സ്റ്റേജ്. കലാസ്നേഹികൾ, കള്ളത്തുലാസിന്റെയും കൊള്ളപ്പലിശയുടെയും ആധിപത്യമുള്ളിടത്ത് ദൈവം വസിക്കുന്നു. എന്നാൽ ഇവിടെ സാത്താൻ വസിക്കുന്നു. നമ്മുടെ നിക്ഷേപമുള്ളിടത്ത് നമ്മുടെ ഹൃദയവും വസിക്കും. എവിടെയാണ് നാം നമ്മുടെ നിക്ഷേപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? സ്വർഗത്തിലോ ഭൂമിയിലോ? നശ്വരമായ ഈ ലോകത്ത് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി എളിയവരെ പീഡിപ്പിക്കുന്നവർ ദൈവത്തിൽ നിന്ന് അകലും. എന്നാൽ താഴ്മയുള്ളവരെയോ അവൻ ഉയർത്തുന്നു. സ്വന്തം സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ, അവരെ സ്നേഹിക്കാൻ കഴിയാതെ, ധനത്തെ മാത്രം സ്നേഹിക്കുന്നവർക്ക് പോലും മനസ്സിൽ ഒരല്പം നന്മയുണ്ടെങ്കിൽ അവർക്ക് ദൈവവിളി ഉണ്ടാകുകയും മാനസാന്തരത്തിന് ഒരവസരം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുണ്ടായ ഒരു മാറ്റത്തിന്റെ മണിമുഴക്കമാണ് നാം ഇന്നിവിടെ ശ്രമിക്കുവാൻ പോകുന്നത്. മാറ്റത്തിന്റെ മണി മുഴങ്ങുന്നത് സ്റ്റോപ്പ് OVBS ജമാൻ സീനിയർ സ്റ്റുഡൻസ്. ഇതാ മണി മുഴങ്ങുവാൻ പോകും. കുറവുകൾ മറന്ന് ഇവരെ അനുഗ്രഹിച്ചാൽ, ആശീർവദിച്ചാൽ മാറ്റത്തിന്റെ മണിമുഴക്കം. ശുംഭൻ കോളാമ്പി ഇങ്ങോട്ട് പിടിക്കുക. ഇവിടെ ആരുമില്ലേ? എന്തായാലും ഇവിടെ ആരുമില്ലേ? അയ്യോ, ഇതാരാ വന്നിരിക്കുന്നത്? നമ്മുടെ നമ്പൂരികാരല്ലോ. ആരെന്തായാലും ഇതെന്തൊരു ചോദ്യമാണ് മുതലാളി. എനിക്ക് തന്നെ വന്നുകൂടെ? അയ്യോ, അതല്ല, യാദൃച്ഛികമായി നമ്പൂരിസാറിനെ കണ്ടപ്പോ ചോദിച്ചു പോയതാ. സാറ് RTO ആയി സർവീസിലിരിക്കുമ്പോൾ പലതവണ ഞാൻ ഓഫീസിൽ വന്ന് സാറിനെ കാണാറുണ്ടായിരുന്നു. സാറ് പെൻഷൻ പറ്റിക്കഴിഞ്ഞത് പിന്നെ ഇന്ന് ആദ്യമായി കാണുന്നത്. സാറിന് വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അല്പം കൂടി ചെറുപ്പമായതുപോലെ. പക്ഷേ വയറല്പം കൂടിയോ എന്നൊരു സംശയം. ചിട്ടയായ ജീവിതശൈലിയാണ് എന്റെ യൗവനത്തിന്റെ രഹസ്യം. പുകവലി, മദ്യപാനം ഇത്യാദി ദുശീലങ്ങളൊന്നുമില്ല. അമിത ഭക്ഷണവുമില്ല. പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ വേളിയുടെ കാര്യത്തിൽ അല്പം ഫാസ്റ്റാണോ എന്നൊരു സന്ദേഹം. അതെന്താണോ? ഞാനൊരു കല്യാണം കഴിച്ചത് കൊണ്ടാണോ? യാദൃച്ഛ്യമായി അങ്ങനെ പറ്റിയെന്നേ ഉള്ളൂ. ആദ്യ ഭാര്യ മരിച്ചപ്പോൾ 3 പെൺമക്കളെ നോക്കുവാൻ നാം രണ്ടാമോ കൂടി കെട്ടി. അവളും 3 പെൺമക്കളെ തന്നിട്ടങ്ങ് പോയി. ആരോഗ്യമുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ പകുതി സമാധാനമായി. വൈകിടോ 10-70 വയസ്സായില്ലേ? കണ്ണിന് ലേശം കാഴ്ചക്കുറവുണ്ട്. ചെവിയും കേൾക്കാണ്ടായി. കണ്ണ് ലേശമല്ല, സന്ധ്യയായാലേ ഒന്നും കാണത്തില്ല. അന്തിക്കുരുടാ. ഈ ചെവി തുണി കിടക്കുന്ന കുന്ത്രാണ്ട് എടുത്താലേ പിന്നെ വെട്ടി വെച്ച പുകയാ. എന്നിട്ടും കല്യാണം കഴിക്കണമെന്ന് ഭൂതി ഒട്ടും കുറവുമില്ല. കല്യാണം കഴിക്കാൻ എന്തിനാ കണ്ണും കാതും? അതിനു വേണ്ടത് മനസ്സാ. ഓ, ആശ്വാസമായി. ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പോ മനസ്സുണ്ടെങ്കിൽ ആർക്കും എത്ര കല്യാണം വേണമെങ്കിലും കഴിക്കാം, അല്ലേ തിരുമേനി? അതെ, മരിശീലം കൂടി വേണം. പെൺമക്കളെയെല്ലാം വേളി കഴിച്ചു കൊടുത്തതിന് ശേഷം ഇല്ലത്ത് നാം ഒറ്റയ്ക്കാം. എന്തെങ്കിലും ഒരു സഹായത്തിന് ഒരു വേളി കൂടെ തരപ്പെടുത്താമെന്ന് നനച്ചിരിക്കുന്നത്. നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലകറക്കമുണ്ട്. അതാണ് ഈ വിഡ്ഢി കുഷ്മാണ്ഡത്തിനെ ബോഡി ഗാർഡായി കൊണ്ടു നടക്കുന്നത്. അതിപ്പോൾ നമുക്കൊരു പാരയായി എന്ന് തോന്നുന്നു. ഞാനേ എന്തെങ്കിലും കണ്ട വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവക്കാരനല്ല കേട്ടോ. ലേശം നൊസുണ്ടോ എന്നൊരു
സംശയം. അല്ല, ഈ പയ്യനാര്? ഇവൻ അനന്തപത്മനാഭൻ, നാം അനന്തു എന്ന് വിളിക്കും. എന്റെ ഇളയ മകളുടെ മകൻ മണ്ട ശിരോമണി. +2 ജസ്റ്റ് പാസ്. 3 കാര്യത്തിന് ബഹുവും എടുക്കല. അതെന്തൊക്കെയാ ഈ 3 കാര്യം? ഒന്ന് ഉണ്ണാൻ, പിന്നെ തിന്നത് ഡംപ് ചെയ്യാൻ, പിന്നെ 3ാമതായി സുഖമായി ഉറങ്ങാൻ. നീ ചിരിക്കണ്ട കേട്ടോ. ഈ പറഞ്ഞ 3 കാര്യത്തിനും നീയും ബഹു കേമനാ. പറഞ്ഞു കേട്ടിടത്തോളം നമ്പൂതിരിസാറിന്റെ ഈ സാഹചര്യത്തിൽ ഒരു കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. തിരുമേനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനല്ലേ കുഴപ്പം. ഞാൻ പറഞ്ഞതാ, സഹായത്തിനൊരു ഹോം നേഴ്സിനെ വെച്ചാ മതിയെന്ന്. ഉപ്പോളം വെക്കുമോടോ ഉപ്പിലിട്ടത്? ആ, അതില്ല. ഉപ്പാണെങ്കിൽ എവിടെ ഉപയോഗിക്കാം. ഉപ്പിലിട്ടതാവുമ്പോഴേ തൊട്ടു നോക്കാനേ പറ്റൂ. അതും നമ്മുടെ പ്ലഷർ ഇല്ലെങ്കിൽ. ഏത് പ്ലഷർ അല്ല, പ്രഷർ. ആ, ഏതായാലും ജോത്സൻ പറഞ്ഞത് കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ ചിങ്ങം പിറക്കുമെന്നാ. അതിനിപ്പോ ജോസിലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് കൊച്ചു കുട്ടിക്കും അറിയാം കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങം പറക്കുമെന്ന്. അതല്ലടാ വിധി. ചിങ്ങം പിറന്നാൽ നമുക്കൊരു കളത്രയോഗം ജാതകവശാൽ കാണുന്നുണ്ടെന്നാ ജോത്സ്യ പറഞ്ഞിരിക്കുന്നത്. ആ, എങ്കിൽ ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനൻ സ്വന്തമാക്കും. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനൻ സ്വന്തമാക്കും. സാർ പറഞ്ഞത് ശരിയാ. ഇയാൾക്ക് അല്പം ഉണ്ടോ എന്നൊരു സംശയം. എനിക്ക് ദോഷമൊന്നുമില്ല. തിരുമേനിയുടെ അകാല കല്യാണത്തിന്റെ സന്തോഷത്താൽ അഡ്വാൻസ് ആയിട്ടൊരു ഡാൻസ് ചെയ്തതേ ഉള്ളൂ. കാരണ കല്യാണമെന്നാ ജോത്സ്യര് പറഞ്ഞിരിക്കുന്നത്. കരണകല്യാണമായി മാറാതിരുന്ന ഭാഗ്യം. അതെന്താണോ ഈ കരണകല്യാണം? കരണകല്യാണം എന്ന് പറഞ്ഞാലേ കരണക്കുട്ടിക്ക് അടി കിട്ടാൻ കാരണഭൂതനായ കല്യാണം. ഏത്? നിന്റെ കരുണാക്കോടൊന്നും പറയാതിരുന്നാൽ മതി. ആ, ഈ കർക്കിടകത്തിൽ നമ്മുടെ ശരീരം ഒന്ന് ചവിട്ടി തിരുമണം. ആ, ഇക്കണക്കിന് നാട്ടുകാർ തന്നെ തിരുമേനിയുടെ മേലിൽ ചവിട്ടി തിരുമും. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ഒന്നും വേണ്ട, നാം വന്ന കാര്യം അങ്ങ് പറയാം. നമ്മുടെ ഇളയ മകൾ സരസ്വതിയുടെ. നമ്മുടെ അല്ല കേട്ടോ, തിരുമേനിയുടെ. എന്തിയെ അനന്തു? ഏത്? അങ്ങ് വിളിക്കുക. അനന്തോ, ആ, ഇവൻ +2 കഷ്ടിച്ചു ജയിച്ചു എന്നാ പറഞ്ഞല്ലോ. മണ്ടന. എന്നാലും +2 ജയിച്ച സ്ഥിതിക്ക് ഡോക്ടർ ആക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. 50 ലക്ഷം കൊടുത്താൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ തരപ്പെടുത്താമെന്ന് ഒരാൾ പറഞ്ഞു. ഭൂസത്തുണ്ടെന്ന് കരുതി 50 ലക്ഷം അത്ര പെട്ടെന്ന് മറിക്കാൻ പ്രയാസമല്ലേ? എല്ലാവരുടെയും സ്വർണമെല്ലാം നാം തപ്പിപ്പൊറുക്കി 35 ലക്ഷം രൂപ അങ്ങ് ഒപ്പിച്ചു. 15 ലക്ഷത്തിന്റെ കുറവുണ്ട്. അത് പാപ്പൻ മുതലാളി തന്നു നമ്മെ ഒന്ന് സഹായിക്കണം. അയ്യോ, അതിനെന്താ 15 ലക്ഷം മതിയോ? ആ, തൽക്കാലം അത് മതി. ആ, പിന്നെ നമ്മൾ തമ്മിൽ ആദ്യമായ പണം ഇടപാടാണ്. അതുകൊണ്ട് ഞാൻ പറയുക, പലിശ കൃത്യമായി തരണം. തന്നില്ലെങ്കിൽ അവന് മുതലിൽ കൂട്ടും. വീടായിട്ട് വസ്തുവും തരണം. തന്റെ വ്യവസ്ഥകളൊക്കെ നമുക്കറിയാമോ? കേട്ടോ നമ്പൂരി സാറേ, പണം ആവശ്യം വരുമ്പോൾ എല്ലാവർക്കും പാപ്പനെ വേണം. എന്റെ കയ്യിൽ നിന്നും പണം പലിശയ്ക്ക് വാങ്ങാത്തവരായി ഈ നാട്ടിൽ ഇപ്പോൾ ആരുമില്ല. ഉണ്ടായിരുന്നത് നമ്പൂതിരി സാറാണ്. എന്നിട്ടും എന്നെ കുറ്റം പറയും.
ഞാൻ അറുത്ത് കൊല്ലുന്ന പലിശക്കാരനാണ്, അറുത്ത കൈ ഉപ്പുതേക്കാത്തവനാണ്, എന്തെല്ലാം പണത്തിന് ആവശ്യം വരുമ്പോൾ ഒരു ഉളുപ്പമില്ലാതെ വന്നങ്ങ് വാങ്ങിക്കും. എന്റെ പണം പലിശയില്ലാതെ ഈ നാട്ടുകാർക്ക് കൊടുക്കാൻ ഇപ്പന്മാരുടെ അളിയന്മാരാണ്. അല്ല, അളിയന്മാരാണെങ്കിലും പാപ്പം കൊടുക്കില്ല. എന്റെ അപ്പൻ മരിച്ചുപോയ കൊച്ചവതേന്ന് വന്ന് പറഞ്ഞാലും പാപ്പന്റെ പണത്തിന് പലിശ ഈടും വേണം. അപ്പോൾ ഈട് വസ്തു എങ്ങനെയാണ് കൂലി? ആ എന്റെ ആ കായൽ തീരത്തുള്ള 8 ഏക്കർ തെങ്ങുപുരയുടെ ഒന്ന് തരാം. മതി മതി, ധാരാളം മതി. എന്ന് വേണം പണം. എന്ന് തരപ്പെടുന്നു, എപ്പോൾ വേണമെങ്കിലും തരാം. ഓക്കെ, ശരിയാകട്ടെ. ആദ്യമായി എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചില്ലല്ലോ. അതൊക്കെ പിന്നെ ആകട്ടെ. താങ്ക് യു മുതലാളി. അയ്യോ, എല്ലാം കൂടി താങ്ങാനുള്ള കെൽപ്പില്ല എനിക്ക്. എന്നാലും മോൻ തന്നതല്ലേ, വരവ് വെച്ചിരിക്കുന്നു. ആ ദാസ, ഇങ്ങ് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. നമ്പൂതിരി സാർ നടന്നു എന്താ മുതലാളി? അല്ല ദാസ, ഈ പഠിക്കാൻ മണ്ടനായവനെയൊക്കെ ഡോക്ടറാക്കിയാൽ മനുഷ്യരുടെ ഗതി എന്താവും? ഓ, ഓരോരുത്തർക്കും ഓരോ മോഹം, അല്ലാണ്ടെന്ന് പറയാനാ. കഴിവുള്ളവൻ ഡോക്ടറായാൽ സമൂഹത്തിന് തന്നെ നല്ലത്. മണ്ടന്മാർ ഡോക്ടറായാലോ സമൂഹത്തിന്റെ കഥാകാലമെന്ന് പറഞ്ഞാൽ മതി. താനെ പഴിക്കുന്നതും തല്ലി പഴിപ്പിക്കുന്നതും രണ്ടും രണ്ടാ. ആ, എന്നാ ദാസം വിട്ടോ. ഓ, ഇത് പറയാനാണോ എന്നെ വിളിച്ചത്? അല്ല, തനിക്കൊരു ഉമ്മ തരാനാ. അല്ല, ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും കമ്മീഷൻ തരാനാണെന്ന്. ആ, തനിക്ക് കമ്മാൻ തരാൻ. വേഗം പോ. ആ, വെള്ളത്തിലാ ആണി കഴിക്കാൻ വന്നിരിക്കുന്നത്. രണ്ടുപേരും കൂടി എന്താ ചെയ്യാൻ പോവുകയാ? നാളെ ഞങ്ങൾക്ക് സൺഡേ ക്ലാസ്സിൽ ക്വിസ് പ്രോഗ്രാമാണ്. ആ, രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ച് എന്റെ കണക്ക് തെറ്റിക്കല്ലോ കേട്ടോ. ഓ, ഒരു പപ്പായും പപ്പായുടെ അറുത്തു കൊല്ലുന്ന പലിശക്കണക്കും. ദാ, ഞാൻ അറുത്തു കൊല്ലുന്ന പലിശ വാങ്ങുന്നത് കൊണ്ടാണ് നീയൊക്കെ 3 നേരം മുഖമുട്ട തിന്നുന്നത്, അറിയാമോ? ഇച്ചായനൊന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. മമ്മിയും നമ്മളും പപ്പയോട് ഈ പലിശക്കൊടുപ്പ് നിർത്താൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ? ഓർമ്മ വെച്ച നാളെ മുതൽ നാട്ടുകാർ ഐഡന്റിഫൈ ചെയ്യുന്നത് പലിശക്കാരും പാപ്പനും മക്കളെന്ന്. എനിക്കിത് കേൾക്കുമ്പോൾ ഭൂമി വിളർന്ന് പാതാളത്തിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നു. പിന്നെ എന്താ പോയില്ല? ഇച്ചായനൊന്നും മിണ്ടാതിരിക്കും. ആ, ശരിയാ. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഞാൻ ചോദ്യം ചോദിക്കാം, നീ ഉത്തരം പറയണം. ഓക്കെ, ഇത്തവണ ബാബു ചെറിയനേക്കാൾ കൂടുതൽ മാർക്ക് നമുക്ക് വാങ്ങണം. എല്ലാം അറിയാമെന്നൊരു ഗമയുണ്ടായിരുന്നു. അത് സത്യവുമാ. അവന് ബൈബിളിനെ കുറിച്ച് നല്ല അറിവാ. കൊച്ചുനാൾ മുതലേ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ നിന്നും അവനാ ഫസ്റ്റ്. അതിന് തലക്കനവും അവനുണ്ട്. തലക്കനം പാടില്ലെന്നാ അച്ഛൻ പറയുന്നത്. കണ്ണുകടിയും പാടില്ലെന്നാ നമ്മുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ആർക്കാ കണ്ണടി? ഞാൻ ഇച്ചായനും കൂടെ ഇരുന്ന് പഠിക്കുന്നില്ല. ഞാൻ തനിച്ചിരുന്ന് പഠിച്ചോളാം. അയ്യോ, പിണറാതെ. നീ എന്റെ ഒരേ ഒരു പുന്നാര പെങ്ങളല്ലയോ? ഇച്ചായൻ പിന്നെ എന്തിനാ അവന്റെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നത്? ഞാൻ ആരുടെ സൈഡ് പിടിച്ച് പറഞ്ഞതല്ല. ചില സമയത്ത് ഇച്ചായൻ ഒരു പ്രത്യേക ടൈപ്പാ. എന്നാ ഞാനിനി ഒന്നും പറയത്തില്ല. പ്രോമിസ്? യാ. ഇച്ചായൻ ആദ്യം ചോദ്യം ചോദിക്കാം, ഞാൻ ഉത്തരം പറയാം. ശരി. പഴയ നിയമവും പുതിയ നിയമവും കൂട്ടിക്കലർത്തിയാ ചോദിക്കുന്നത്. ആ, എന്തുമാവട്ടെ, ചോദ്യം ചോദിക്കാം. ചോദ്യം 1. ബൈബിളിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന മനുഷ്യനാണ്. എത്ര വയസ്സ് വരെ? മെതുശലി 969 വയസ്സ് വരെ. ചോദ്യം 2. നന്മ തിന്മ വൃക്ഷത്തിലെ വിലക്കപ്പെട്ട കരുതുന്ന ഹവ്വായ മാതാവിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ജീവവർഷം കാക്കുവാൻ കെരൂബുകളെ കാവൽ നിർത്തി. എന്തുകൊണ്ട് മനുഷ്യനെ നിർത്തിയില്ല? ദൈവം തിന്നരുതെന്ന് പറഞ്ഞ നന്മ തിന്മ വൃക്ഷത്തിലെ കനി മനുഷ്യൻ തിന്നു. അതിൽ നിന്ന് മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായി. ആ, അവളെ പറഞ്ഞതാ ശരി. ഒരു തെറ്റേത് പോലീസുകാരനും പറ്റും, അല്ലേ മോളെ? അപ്പനോട് ചോദിച്ചില്ല. നിഷേ, നിനക്ക് തമാശ പറയാനുള്ളതല്ല വേദപുസ്തകം. എനിക്കറിയത്തില്ല. അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ചുമ്മാതെ ദൈവകോപം വലിച്ച് തലയിൽ വെക്കണ്ട. ജീവവൃക്ഷത്തിന്റെ കനി ഭക്ഷിച്ചാൽ ഭക്ഷിക്കുന്ന ആളിന് പിന്നെ മരണമില്ല. അവൻ ചിരഞ്ജീവിയാണ്. ആ, അത് നല്ലതല്ലയോ? എടി മണ്ടി, മരണമില്ലാതെ ഭൂമിയിൽ മനുഷ്യൻ ജനിച്ചുകൊണ്ടിരുന്നാൽ
ഭൂമിയിൽ എല്ലാവർക്കും കൂടി നിൽക്കാൻ പോലും സ്ഥലം കാണില്ല. അടുത്ത ചോദ്യം ചോദിക്കൂ. എന്നാപ്പ ശീലോഹം എന്നതിന്റെ അർത്ഥമുണ്ട്. അയക്കപ്പെട്ടവൻ. ഓക്കെ. അടുത്ത ചോദ്യം. മോശയുടെ അമ്മായിപ്പന്റെ പേര്? അറിയില്ല. എനിക്കും അറിയില്ല. ബൈബിൾ നോക്കണം. ഇത് ഞാൻ എന്താ രാവിലെ മുതൽ കുത്തിയിരുന്ന് എഴുതുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലയോ? പലിശക്കണക്ക് എഴുതുവാ. നിന്നോട് വല്ലവരും ചോദിച്ചോ? ഓഹോ, പലിശയെ പറ്റി ചോദിച്ചപ്പോൾ നാക്ക് പൊങ്ങി. നാക്കല്ല പോകുന്നത്, എന്റെ കയ്യാ. ഇത് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ദേഷ്യപ്പെട്ടില്ലല്ലോ. എനിക്കറിയാം കാര്യം. എന്താ? ഇന്നലെ വൈകുന്നേരം നിങ്ങളുടെ പെങ്ങൾ കുഞ്ഞുമോള് വന്നപ്പോൾ മുതലാ നിങ്ങൾക്ക് ഈ ദേഷ്യം തുടങ്ങിയത്. കുഞ്ഞുമോള് വന്നതിന് ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? ചുമ്മാതെ പൊട്ടം കളിക്കാതെ. അതിനിപ്പോൾ പ്രത്യേകിച്ച് പൊട്ടം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുക്കന് കുറച്ചു നാളായിട്ട് അല്പം നികളിപ്പ് കൂടുതലാണ്. ചിന്നമ്മേ, ചെറിയ വായി വലിയ വർത്തമാനം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എല്ലാം പഠിച്ചു കഴിഞ്ഞോ? മമ്മി, മോശയുടെ അമ്മായി അപ്പന്റെ പേരെന്തുവാ? ദേ, അപ്പനോട് ചോദിക്കും. അയ്യോ, എന്റെ അമ്മായിയപ്പന്റെ പേര് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ മോശയുടെ എന്റെ അമ്മായിയപ്പനെ നാട്ടുകാർ വിളിക്കുന്ന ഇരട്ടപ്പേർ എനിക്കറിയാം. ഓടവർ എന്ന് രാത്രിയായ കള്ളം കുടിച്ച് ലക്കില്ലാതെ കാണുന്ന ഓടയിലൊക്കെയാ കിടക്കുന്നു. മരിച്ചു പോയവരെ പറ്റി കുറ്റം പറയരുത്. ശരി, ജീവിച്ചിരിക്കുന്നവരെ പറ്റി പറഞ്ഞാലേ അവരെന്നെ എടുത്തിട്ട് കൈകാര്യം ചെയ്യും. എടി, മോശയുടെ അമ്മായിയപ്പന്റെ പേര് എത്രോ എന്നാ? ഇതറിയന്മാരുടെ നേരത്തെ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു. ഇന്നലെ വന്നതല്ലയോ നിങ്ങളുടെ പെങ്ങൾ കുഞ്ഞുമോൾ? അവളോടൊന്ന് സന്തോഷമായി സംസാരിച്ചുകൂടെ? കെട്ടിയവൻ മരിച്ച വിധവയല്ലയോ? കെട്ടിയോ മരിച്ച നീങ്ങുന്നതൊന്നുമല്ലല്ലോ. 4-5 വർഷമായില്ലേ? ജീവിതത്തിലെ ചില നഷ്ടം നികത്താൻ പറ്റാത്തതാ. അല്പസ്വല്പം കഴിഞ്ഞുകൂടാൻ വകയുള്ള ഇവൾക്കിത്ര പ്രയാസമാണെങ്കിൽ ഒന്നുമില്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? അവളുടെ മൂത്ത മകൻ ജോണിക്കുട്ടി +2 ഡിസ്റ്റിങ്ഷനിലാണ് ജയിച്ചത്. മെഡിക്കൽ എൻട്രൻസിന് എഴുതി, റാങ്ക് ലിസ്റ്റിലും ഉണ്ട്. ഡൊണേഷൻ കൊടുക്കാതെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷനും കിട്ടും. പക്ഷേ എന്നാലും 2-3 ലക്ഷം രൂപ വേണം. അത് ഞാൻ കടമായി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു. അതാ അവള് രാവിലെ കരഞ്ഞുകൊണ്ട് പോകാൻ ഒരുങ്ങുന്നത്. അവള് ചോദിച്ച പണം അവൾക്ക് കൊടുക്കാൻ. അത് നിന്റെ അപ്പനോട് വലുത് ഏൽപ്പിച്ചിട്ടു. നീ എന്തിനാണ് ഈ കരയുന്നത്? നീ ചോദിച്ച പണം എന്റെ കൈവശം. അവൻ പഠിക്കാൻ മിടുക്കനായെന്ന് കരുതി എല്ലാവർക്കും ഡോക്ടറാകാൻ ഒക്കുമോ? പല ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിച്ചെടുത്താൽ ജോലി കിട്ടും. ഇന്നൊരു ഡോക്ടറായി വരണമെങ്കിൽ കുറഞ്ഞത് 5-8 വർഷമെങ്കിലും എടുക്കും. നിനക്കതറിയാമോ? അതിന് ഡൊണേഷൻ കൊടുക്കണ്ടായെങ്കിലും പഠിച്ചു തുടങ്ങുമ്പോഴേ നല്ലൊരു തുക കൊടുക്കേണ്ടി വരും. അവന്റെ ആഗ്രഹമാണ്. ആഗ്രഹിക്കുന്നത് ചിലവില്ലല്ലോ. താനെ അപ്പിയിടുന്നത് പോലെ അണ്ണാൻ അപ്പിയിടാൻ പറ്റും. എന്റെ കെട്ടിയവനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ എന്റെ കർത്താവേ. എന്റെ ഇച്ഛായ എനിക്ക് കടമായിട്ടെങ്കിലും 3 ലക്ഷം രൂപ ഞാൻ പലിശ തരാം. എന്റെ പൊന്നുപോലെ ആഗ്രഹിച്ചു പോയി. വീട് വല്ലതും ഉണ്ടോ നിനക്ക് തരാൻ? നിങ്ങൾ താമസിക്കുന്ന ഒരിടവും വീടും നിന്റെ കെട്ടിയവൻ ഉൾപ്പെടെ 4-5 അവകാശികളുള്ളതാ. അപ്പോൾ അതും ഉറപ്പ് തരാൻ പറ്റില്ല. ഇച്ഛായ, നമ്മൾ ഒരപ്പനും ഒരമ്മയ്ക്കും പിറന്നാണെന്ന് ഉറപ്പ് മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം. ജോണിക്കുട്ടി ഡിസ്റ്റിങ്ഷനിൽ പാസ്സായ സ്ഥിതിക്ക് എന്റെ വക ഒരു 10,000 രൂപ തരാം. അത് തിരിച്ചു തരുകയും വേണം. ഇച്ഛായന്റെ ഔദാര്യത്തിന് നന്ദി. 10,000 രൂപ എനിക്ക് വേണ്ട. അതും കൂടി ആർക്കെങ്കിലും പലിശയ്ക്ക് കൊടുക്ക്. എന്റെ ഭർത്താവല്ലേ മരിച്ചോളൂ. അയാളുടെ സഹോദരന് 4-5 പേരില്ലേ? അവന് വലിയ സമ്പന്നരൊന്നും അല്ലെങ്കിലും എല്ലാവരും കൂടെ കുറേശ്ശെ തന്നാൽ നല്ലതുള്ളി വരുമല്ലോ. ബാക്കി നിങ്ങളുടെ പുള്ളിയെ ചോദിക്കണം. എന്റെ കർത്താവേ, എന്റെ പൊന്നാങ്ങള തെണ്ടാനുള്ള വഴിയെങ്കിലും പറഞ്ഞു തന്നല്ലോ. അറിയാതെ കുഞ്ഞുമോളെ, മനുഷ്യ, നിങ്ങളുടെ മനസ്സ് കല്ലാണോ? ബൈബിളിൽ പറയുന്നുണ്ട്, ഒരുത്തൻ ചെയ്യുന്ന പാപം അവന്റെ സന്തതി പരമ്പരകൾ അനുഭവിക്കുമെന്നാ. ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ ഈ കുഞ്ഞുങ്ങൾക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും ഈ പാപഭാരം ചുമക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി എന്റെ അമ്മയുടെ അടുക്കിലേക്ക് പോവുകയാണ്. ഇത്രയും വലിയ ബംഗ്ലാവൊന്നും ഇല്ലെങ്കിലും അവിടെ സാത്താന്റെ ആധിപത്യമൊന്നുമില്ല, ദൈവത്തിന്റെ ആധിപത്യമാ. ചിന്നമേ, ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ്. തിരിച്ചു വിളിക്കുമെന്ന് വ്യാമോഹമൊന്നും വേണ്ട. അതുകൊണ്ട് തീരുമാനമെടുക്കുന്നത് നീ ആലോചിച്ചു വേണം.
ഞാൻ ആലോചിച്ച് തന്നെയാ തീരുമാനമെടുത്തിരിക്കുന്നത്. വേണ്ട ചേച്ചി, എന്നെ ചൊല്ലി നിങ്ങളുടെ കുടുംബജീവിതം നഷ്ടപ്പെടുത്തണ്ട. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് നമുക്ക് ഈ പരസ്യ പരിപാടി വേണ്ട വേണ്ട. ഇതൊരു നിമിത്തമായിട്ടേ ഉള്ളൂ. സനോജെ, നിഷേ, നിങ്ങൾ അപ്പനെ ഉപേക്ഷിച്ച് അമ്മയുടെ കൂടെ പോകുമോ? പപ്പ പപ്പ പ്ലീസ്, കുഞ്ഞോളാനിക്ക് വേണ്ട പണം കൊടുത്തത്. ജോണി ചേട്ടൻ ഞങ്ങളുടെ ഈ സഹോദരനല്ലേ? എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. പക്ഷേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എന്റെ അടുക്കൽ വരുമോ? ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ കൂടെയാണ് ഞാൻ. എന്റെ പൊന്നുമോനെ, നിന്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. മിടുക്കനായ നിന്റെ ആഗ്രഹം ഈ അമ്മയ്ക്ക് സാധിച്ചു തരാൻ പറ്റിയില്ലല്ലോ. എന്തിനു നീ ഈ പാപിയായ അമ്മയുടെ വയറ്റിൽ വന്ന് പിറന്നു? ഒരു ഡോക്ടർ ആകുവാൻ എന്റെ പൊന്നുമോൻ ഒത്തിരി ആഗ്രഹിച്ചു. ഈ അമ്മയോട് ക്ഷമിക്കണം. എന്റെ പൊന്നാനുള്ള പണം തന്നില്ല, പകരം തെണ്ടാനുള്ള വഴി പറഞ്ഞു തന്നു. അമ്മ തിരിച്ചു വരാൻ താമസിച്ചത് കൊണ്ടാണ് ഞാൻ തിരക്കി വന്നതാണ്. അമ്മ വിഷമിക്കേണ്ട, എനിക്കൊരു വിഷമവുമില്ല. മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചാൽ ജീവിതം എത്ര സുന്ദരം. ദൈവത്തിന്റെ ഹിതം പോലെ നടക്കട്ടെ. അയ്യോ, എന്റെ കഴുത്തിന് ആരോ പിടിച്ചു. എന്നെ വിടൂ, എന്നെ വിടൂ. എന്തു പറ്റി? എന്തു പറ്റി? ഇച്ഛായ, എന്തു പറ്റി? അങ്കിൾ, ഇല്ല, ഞാനിനി പലിശ വാങ്ങില്ല. ഞാനിനി പലിശ വാങ്ങില്ല. വിടൂ, എന്നെ വിടൂ. ശരിയാ, നിക്ഷേപം ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. എനിക്ക് മാപ്പ് തരും, എനിക്ക് മാപ്പ് തരും. പശ്ചാത്താപം എന്ന വാതിൽ എനിക്ക് വേണ്ടി തുറന്നു തരൂ. ഞാൻ മുൻകാലങ്ങളിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ്, മാപ്പ്. മകനെ, പശ്ചാത്തപിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുന്ന കരുണാമയനായ കർത്താവ് ഭൂമിയിൽ തെറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഭൂമിയിൽ വെച്ച് ശിക്ഷിക്കുകയും ശിക്ഷയെല്ലാം മരണാനന്തരം അന്ത്യനാളിൽ കണക്കിടും. എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത എല്ലാ വൃക്ഷവും വേരോടെ പിഴുതെറിയപ്പെടും എന്ന് നീ വായിച്ചു. നീ പിതാവ് നട്ട വൃക്ഷമാണ്. അതുകൊണ്ട് മാനസാന്തരം എന്ന വാതിൽ ഇതാ നിനക്കായി തുറക്കുന്നു. ഇനിമേൽ തെറ്റ് ചെയ്യാതെ എനിക്കെന്തു പറ്റി? അതാ ഞങ്ങളും ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനാ ഈ പട്ടാപ്പകൽ കൂടിയത്? ഇത് കർത്താവിന്റെ ശിക്ഷയാ. എനിക്ക് അല്പം വെള്ളം തരൂ, എനിക്ക് ദാഹിക്കും. മോനെ, അപ്പന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. ഇച്ഛായന് ബുദ്ധിമുട്ടുമല്ലോ തോന്നുന്നുണ്ടോ? ഇല്ല. ആശുപത്രിയിൽ പോകണോ? വേണ്ട. കർത്താവായ യേശുവിനേക്കാൾ വലുതായിട്ടൊന്നും ഈ ലോകത്തില്ല. വെള്ളം മതിയോ? മതി, മതി. ചിന്നമ്മേ, ഞാനൊരു തീവലയത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ? എന്നാൽ ഞാൻ നിന്നു. എന്റെ കഴുത്തിന് ആരോ കുത്തി പിടിച്ചു. നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അല്ല ചിന്നമ്മേ, എന്നിലെ കപടഭക്തി എന്നിൽ ആത്മീയ അന്ധത വരുത്തിയിരുന്നു. ചിന്നമ്മേ, ഏതായാലും ഞാൻ ഇപ്പോൾ മുതൽ സർവശക്തനായ കർത്താവിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. യേശുവിന്റെ വചനങ്ങൾ പഠിച്ച് അതനുസരിച്ച് ഞാൻ ജീവിക്കും. നാമം കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായാൽ പോരാ, കർമ്മം കൊണ്ടാകണം. ആ കുഞ്ഞുമോളെ, എന്താ ഇച്ഛായ? നീ വിഷമിക്കണ്ട. യോണിക്കുട്ടിക്ക് വേണ്ട എല്ലാ പണവും ഞാൻ തരാം. അവനെ നമുക്കൊരു വലിയ ഡോക്ടറാണ്. അവനും എന്റെ ഈ സരോജിനെ പോലെയാണ്. തയ്ക്കൊന്നുമില്ല. മാത്രമല്ല, എനിക്കും എന്റെ കുടുംബത്തിനും അല്ലല്ലാതെ ജീവിക്കാനുള്ളത് വെച്ചിട്ട് ബാക്കി വരുന്ന തുക എത്രയായാലും അനാഥർക്കും സമൂഹത്തിൽ അവശതയും കഷ്ടപ്പാടും അനുഭവിക്കുന്ന അശരണർക്കുമായി ഞാൻ ചിലവഴിച്ചു. പലിശ ബിസിനസ് പരിപൂർണമായി ഞാൻ ഇന്നു മുതൽ നിർത്തുകയാണ്.
നിർത്തുകയാണ്. എന്റെ യേശുവേ, ഇപ്പോഴെങ്കിലും വ്യതിയാനം മാനസാന്തരം വന്നല്ലോ. യേശുവിന്റെ നാമത്തിന് മഹത്വം, യേശുവിന്റെ നാമത്തിന് മഹത്വം. ദൈവം വലിയവനാണ്, എന്റെ ദൈവം വലിയവനാണ്. അവൻ നമ്മെ ഉയർത്തും, കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തും, അവൻ നമ്മെ ഉയർത്തും. മാനസാന്തരത്തിന്റെ അവസ്ഥയിൽ കൂടി ദൈവത്തിലേക്ക് അടുത്ത പാപ്പൻ മുതലാളിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാകട്ടെ. മാറ്റത്തിന്റെ മണി മുഴങ്ങിയത് നമ്മുടെ കർണപുടങ്ങളിലും പതിയട്ടെ. മാനസാന്തരത്തിന്റെ തുറന്ന വാതിലിൽ കൂടി നമുക്കും ദൈവത്തിലേക്ക് അടുക്കാം. ഈ മണി മുഴക്കിയത് ഇവരാണ്: പാപ്പച്ചൻ മുതലാളി കോളിൻ രാജു ജോർജ്, നമ്പൂതിരി സർ മിഖായിൽ സാബു ജോർജ്, ദാസൻ മാർട്ടിൻ ജേക്കബ്, സനോജ് അരുൺ ജോർജ് വർഗീസ്, ജോണിക്കുട്ടി, അലൻ റോയ്, അനന്ത പത്മനാഭൻ, ജെഫിൻ ജേക്കബ് പോൾ, ചിന്നമ്മ, ജോയിസ് സൂസൻ വർഗീസ്, കുഞ്ഞുമോൾ, മെർലിൻ സാബു, നിഷ, റിച്ച ആർ തോമസ്, രചന നെടുമുടി രാധാകൃഷ്ണൻ, സംവിധാനം കെ വി